വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് പ്രോഡക്റ്റ് എംഡീസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ, കാരണം ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ ബാക്കി കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഈ ബോഡി വാഷാണ്. എം കഫേന്റെ നേക്കഡ് ആൻഡ് റോ എക്സ്പ്രസോ കോഫി ബോഡി വാഷാണ്. മൈൽഡ്ലി എക്സ്ഫോളിയേറ്റ്സ് വിത്ത് കോഫി ആൻഡ് നാച്ചുറൽ ഏജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 399 രൂപയായിരുന്നു. ക്വാണ്ടിറ്റി 300 ml ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഗ്രാനുൾസും ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ തുറന്ന് ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇതിന്റെ പുറത്തെ കഴുക്കൊക്കെ കാണും, കാരണം ഗ്രാനുൾസ് ഇങ്ങനെ ബാക്കി ഇരുന്നൊക്കെ ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് കൈ കിട്ടിയപ്പോഴത്തേക്ക് പാക്കേജിങ് വെറൈറ്റി ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. കാരണം പമ്പില്ല, ഒരു കുഞ്ഞ് ഹോളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ ഇത് ഫുൾ തുറന്നിട്ട് നമ്മളിങ്ങനെ ചരിച്ചു പിടിക്കില്ലേ, അപ്പൊ കുറേ പ്രൊഡക്റ്റ് വരും. ലൂഫയിൽ നമുക്ക് ആവശ്യത്തിലധികം പ്രോഡക്റ്റ് വരും. സോ ഇത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുഞ്ഞു ഗ്രാനുൾസ് ഉള്ളത് കൊണ്ടൊരു എക്സ്ഫോളിയേഷൻ അങ്ങനെ വലിയ കാര്യപ്പെട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ക്ലെൻസ് ചെയ്യുന്നുണ്ട്, അല്ല കോഫിയുടെ മണം ഉണ്ട് എന്നത് കൂടാണ്ട് ബാക്കി ഇതിലൊരു ബെനിഫിറ്റും ഇല്ല. ഈ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഫുൾ ഒന്ന് മെസ്സി ആകും. പിന്നെ നമ്മുടെ കയ്യിലല്ല അളവ് നിൽക്കുന്നത്, ഇതിന്റെ ഒരു ഭാഗ്യം അനുസരിച്ചിരിക്കും, എത്രത്തോളം ചരിയുന്നൊക്കെ അനുസരിച്ചിരിക്കും പ്രോഡക്റ്റ് വരുന്നത്. അങ്ങനെ ആകെ മൊത്തം ഒരു പ്രശ്നമുള്ള ഒരു പാക്കേജിംഗ് ആണ് ഈ പ്രോഡക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഇതിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റ് ഒരു പമ്പ് പാക്കേജിങ്ങിലൊക്കെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പ്രോഡക്റ്റ് അല്ല, പക്ഷെ ഡ്രൈ ആക്കാണ്ട് ക്ലെൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ കോഫിയുടെ നല്ലൊരു മണവുമുണ്ട്. പക്ഷേ ഈ പാക്കേജിങ്ങിന് ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഗാർഡിയറിന്റെ മിസലർ വാട്ടർ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 449 രൂപയാണ് 400 ml. ഇത് നോർമലി ഉള്ള മേക്കപ്പ് ഒക്കെ ക്ലെൻസ് ചെയ്യാം, അല്ലാണ്ട് ഭയങ്കര സ്റ്റബേൺ മേക്കപ്പ് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു റെഗുലർ മേക്കപ്പ്, വാട്ടർ റെസിസ്റ്റൻസ് ആൻഡ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യും, പക്ഷെ നല്ല സ്റ്റബേൺ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഒരു ഹെയർ സെറം ആണ്. ബയോലേജ് സ്മൂത്ത് പ്രൂഫ് അവക്കാഡോ ഡീപ് സ്മൂത്തനിങ് സെറമാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഴുതിയിട്ടില്ല, ടെസ്റ്റർ എഴുതിയിട്ടുണ്ട്. ഇത് 30 ml ആയിരുന്നു. ഒരു കുഞ്ഞു ബോട്ടിൽ എനിക്ക് ഫ്രീ കിട്ടിയാണ് നൈക്കയെന്ന്. ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇതിന്റെ ഒരു സ്മെല്ല് എനിക്ക് അത്ര അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒറ്റയടിക്ക് എടുക്കുമ്പോൾ സ്മെൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഒന്ന്, പിന്നെ ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് അല്ല, മൈൽഡ് ഹൈഡ്രേഷൻ വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഹെയർ നല്ല ഫ്രിസി ആണ്, ഡ്രൈ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ അല്ല. ഒരു സ്മൂത്ത് ആയിട്ടുള്ള, നോർമലി തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ്ഫുൾ ആവത്തുള്ളൂ. സോ ഇത് പ്രോഡക്റ്റ് അല്ല, ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് ജോവീസ് ഹെർബൽസിന്റെ ഒരു ഫേസ് സ്ക്രബ് ആണ്. ഞാൻ വാങ്ങിച്ചത് ഫേസിന് വേണ്ടിയിട്ടല്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 245 രൂപയാണ്. ML 100 gram ആണ്, ML അല്ല. ഫോർ ഓയിലി സെൻസിറ്റീവ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്രാനുൾസ് ആണ് ഇതിന്റെ അകത്തുള്ളത്, കുഞ്ഞു കുഞ്ഞു ഗ്രാനുൾസ് ആണ്. സോ നമുക്ക് ഫേസിലും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ സ്ക്രബ് യൂസ് ചെയ്യാൻ നിൽക്കരുത്, അത് അത്ര നല്ലതല്ല. ഓപ്പൺ പോർസിനെ വലുതാക്കലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇഷ്യൂ ഇല്ലെങ്കിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിച്ചത് ആക്സിലേക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് അതിന് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. നെക്സ്റ്റ് ആൽസ് ഫുഡ്നെസിന്റെ ഒരു റോസ്മേരി വാട്ടർ ആണ്. 100 ml ആണ്. പ്രൈസ് വന്നിട്ട് 225 രൂപയാണ്. നല്ല അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി പാക്കേജിംഗ് ഒക്കെയാണ്. ഇതിലിങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഓൺ ഓഫ് ഒക്കെ ചെയ്തിട്ട് സ്പ്രേ ഇതിലിങ്ങനെ ഉണ്ടായിരുന്നു, ആ സ്പ്രേ ഒക്കെ അടിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായി. പക്ഷെ ഞാൻ ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണെന്നൊന്നും പറയില്ല, കാരണം ഇൻഗ്രീഡിയൻസിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ കെമിക്കൽസ് ഇല്ലാത്ത നല്ല പ്യുവർ നാച്ചുറൽ റോസ്മേരി വാട്ടർ വെച്ച് ഉള്ളൊരു വേറൊരു ബ്രാൻഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. അത് കുറച്ചുകൂടെ എനിക്ക് ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ട്. സോ ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ ഇനി ഞാൻ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിക്കാൻ ചാൻസ് കുറവാണ്. നെക്സ്റ്റ് ഒരു ഷാമ്പു ആണ്. ലോറിയലിന്റെ ഹൈൽറോൺ മോയ്സ്ചർ ഷാമ്പു ആണ്. 72 hour മോയ്സ്ചർ ഫില്ലിംഗ് ഷാമ്പു ആണ്. ഹൈൽറോണിക് ആസിഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് 179 രൂപ 180 ml. ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ്. നന്നായിട്ട് മീൻസ് നല്ല അടിപൊളി ഹൈഡ്രേഷൻ അല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാണ്ട് നമുക്ക് ഒന്ന് ക്ലെൻസ് ആക്കി തരുന്നുണ്ട്. സോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ബോഡി വാഷാണ് ബയോട്ടിക്കിന്റെ. ഇത് ക്ലിയർ ഇംപ്രൂവ്മെന്റ് വിറ്റാമിൻ സി ഇലുമിനേറ്റിംഗ് ബോഡി വാഷാണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 199 രൂപയാണ്. ക്വാണ്ടിറ്റി 200 ml ആണ്. ഞാൻ ഉറച്ചു പറയുന്നുണ്ട്, കാരണം എവിടെയൊക്കെ പാടിട്ടേക്കുന്നുണ്ട്. ഓൾറെഡി തൊണ്ട പ്രശ്നം. ഇത് വാങ്ങിച്ചതിന് കാരണം വിറ്റാമിൻ സി ഉള്ള ടാൻ മാറുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇലുമിനേറ്റിംഗ് എന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഹൈഡ്രേഷനൊക്കെ കിട്ടുന്ന. ഒരു ഉപയോഗം ഉണ്ടായില്ല. നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, അത്ര തന്നെ, വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇത് ലക്സിന്റെ ഒരു ബോഡി വാഷാണ്. ഇത് നല്ല അഫോർഡബിൾ റേഞ്ചിൽ നല്ല ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു ബോഡി വാഷ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, പക്ഷെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. ഒരു സ്മെല്ല് ഇത്തിരി സ്ട്രോങ് ആണ് ഇതിന്റെ. ബ്ലാക്ക് ഓർക്കിഡ് ആൻഡ് ജുനിപ്പർ സെന്റ്. ഇതിനകത്ത് അവർ 12 ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു 2 മണിക്കൂർ മാക്സിമം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി
വില കുറഞ്ഞ ബോഡി വാഷ് ആണെങ്കിൽ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡവിന്റെ ഒരു കണ്ടീഷണറാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 104 രൂപയാണ്. ചെറിയ ബോട്ടിലല്ലേ, 80 ml ആണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ഇന്റൻസ് റിപ്പയർ ഡീടാംഗ്ലിംഗ് കണ്ടീഷണർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 1 minute കണ്ടീഷണർ എന്ന്. പക്ഷെ ഇതെനിക്ക് വലിയ അങ്ങ് ഇഷ്ടമല്ല. ഒരു ഓക്കെ കണ്ടീഷണർ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല എനിക്ക്. നെക്സ്റ്റ് ലാക്മേയുടെ ഒരു ഫേസ് വാഷ് ആണ്. ഇതിന്റെ പ്രൈസ് 149 രൂപയാണ് 50 ഗ്രാമിന്. മിസ്ലർ പ്യുവർ മിസെല്ലാർ ഫേസ് വാഷ് ആണ്. ജെന്റിൽ ക്ലെൻസിംഗ്, ബ്രൈറ്റൻസ് ആൻഡ് ഹൈഡ്രേറ്റ്സ്, റിമൂവ്സ് എവറിഡേ മേക്കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ആണ്, ഞാനിത് സെപ്പറേറ്റ് റിവ്യൂ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ നോർമൽ മേക്കപ്പ് ഒക്കെ സുഖമായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇത് പൊതുവെ മേക്കപ്പ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഇതിന് ബാക്കി എനിക്ക് കുറച്ചിരിക്കുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. അറത്താൽ കിട്ടുമായിരുന്നു, പക്ഷെ അറക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നു. ലിബാം ആണ് ന്യൂട്രോജിനയുടെ. ഈ ലിബാം ഇപ്പോൾ അവൈലബിൾ അല്ല, പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിബാം ആണ്, നല്ല ക്ലിയർ ലിബാം ആണ്. പക്ഷെ ഇപ്പൊ അവൈലബിൾ അല്ല. ഡെർമാക്കോയുടെ ലിബാം ആണ്. ഇത് നല്ല ദുരന്തമായിരുന്നു, കാരണം ഇത് ഒരു 375 അത്രയും പ്രൈസ് ഉള്ള ഒരു ലിബാം ആണ്. 1% സെറമൈഡ് അങ്ങനെ എന്തൊക്കെയുണ്ട്. നല്ല ഹൈഡ്രേഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗമില്ലാത്തൊരു ലിബാമായിപ്പോയി. ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്ലൈഡിങ് എഫക്റ്റ് ഇല്ലേ ലിബാം ഉപയോഗിക്കുമ്പോഴത്തേക്ക്, അതുപോലെ കിട്ടും. അതായത് തിക്കായിട്ടുള്ള ഇച്ചിരി ഒരു മോയിസ്ചറൈസിങ് സാധനം എടുത്ത് ലിപ്പിൽ ഉരയ്ക്കുമ്പോൾ തോന്നും. എനിക്ക് ആ ഫീലും ഇഷ്ടമായില്ല, ഹൈഡ്രേഷനും തീരെ ഇല്ല. ഇത് പ്രൈസിന് ഒട്ടും വർത്തല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഇത് വാങ്ങിക്കത്തുമില്ല. ഇത്രയാണ് പ്രോഡക്റ്റ് എൻഡീസ് ഇപ്പം നിലവിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ബി ഹാപ്പി, ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവരടുത്തും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ, വീഡിയോ സജസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.